ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സാന്ത്വനത്തില് ഉദയഭാനവും ഭാര്യയും മകളും കൂടിയിട്ട് വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ അവർ ആകെ ക്ഷീണിച്ച് തളർന്ന് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ദേവിക്ക് ചുറ്റും അച്ഛൻ അമ്മ ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മോളെ നീ വിഷമിക്കാതിരിക്കുക, നിന്നെ എന്തായാലും ദേവമംഗലത്ത് തിരിച്ചു കയറ്റുന്ന കാര്യം ഞാൻ ഏട്ടു. നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കണേ, നീ എന്നേക്കുമായി അവിടെ നിന്ന് പോകുന്നതൊന്നുമല്ല എന്ന് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട്, പിന്നെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീ അവിടെയുള്ള എല്ലാവരുടെയും കാല് പിടിച്ചില്ലേ, നീ അവിടുത്തെ അനിയത്തിമാരുടെയും അനിയന്മാരുടെയും എല്ലാവരുടെയും നീ കാല് പിടിച്ചു നോക്കി, ഒരാൾ പോലും നിനക്ക് അനുകൂലമായി സംസാരിക്കാനുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ അവർക്ക് വേണ്ടി കരയുന്നത്, നീ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉദയഭാനു പറയാണ്, അത് ശരിയാണ്, നമ്മൾ ചെറ്റക്കുടിയിൽ നിന്ന് അവിടെ എങ്ങനെ താമസിച്ചതെന്ന് നിനക്കറിയാലോ, അവിടെ നിന്നും ദേവമംഗലം എന്ന് പറയുന്ന ആ വീട്ടിലോട്ട് നിന്നെ എത്തിച്ചില്ലേ, ഇനിയും എനിക്കതിന് സാധിക്കും, നീ വിഷമിക്കാതിരിക്കുക എന്ന് പറയുന്ന സമയത്ത് ശ്രീകല പറയുന്നുണ്ട്, ഉദയേട്ടൻ മിണ്ടരുത്, ഉദയേട്ടനാണ് ഇത്രയും, ഉദയേട്ടൻ്റെ ബുദ്ധി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തത് എന്ന് പറയാണ്. ഇനി എന്തായാലും ശ്രീകലയ്ക്ക് അറിയാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടെയൊന്നും തീരില്ല, ഞാൻ ആ മുറ്റത്ത് നിന്ന് കരഞ്ഞതും, ഞാൻ ആ മുറ്റത്ത് നമ്മളെ അപമാനിച്ചു വിട്ടതിനും, എൻ്റെ മോളുടെ കണ്ണുനീര് അവിടെ പോയതിനും എല്ലാത്തിനും ഞാൻ അവരോട് പകരം ചോദിക്കും. ഇത് ശ്രീകലയുടെ വാക്കാണ് എന്ന് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട്, നിർത്ത് എന്ന് പറയാണ്. അവിടെയുള്ളവരൊക്കെ എൻ്റെ വീട്ടുകാരാണ്, നിനക്ക് അവിടെ എന്ത് വീട്ടുകാരാണ് ഉള്ളത്, നിന്റെ വീട്ടുകാരൊക്കെ ഞാനും നിന്റെ അച്ഛനും ദിവ്യയൊക്കെയാണ്, അപ്പോൾ അല്ലാതെ അവിടെ ഒന്നും നിന്റെ വീട്ടുകാരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശ്രീകല ദേഷ്യപ്പെടുകയാണ്. എന്തായാലും ഒരു സമാധാനം തരുമോ എന്ന് ചോദിച്ച് ദേവി അങ്ങനെ ദേഷ്യപ്പെട്ട് അവരങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ബാലനെ കാണിക്കുന്നുണ്ട്. ബാലൻ അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സ്ത്രീകൾ അവിടേക്ക് വരുന്നുണ്ട്. ആ സ്ത്രീകൾ പറയുന്നുണ്ട്, ബാലേട്ട എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞു വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ, എന്നാലും ആ ദേവിയെ നിങ്ങൾ എല്ലാവരും ചേർന്ന് പുറത്താക്കിയല്ലേ, ഈ ആനന്ദിന് ഇത്രയും പൊട്ട സ്വഭാവം ഉണ്ടെന്ന് അറിയില്ല, ആനന്ദിന്റെ കുടി കാരണമാണല്ലേ ആ കുട്ടി സഹി കിട്ടിട്ടാണല്ലേ അവിടെ നിന്നും പോയത്, നിങ്ങളോട് ആരിതൊക്കെ പറഞ്ഞത്, ദേവിയുടെ അച്ഛൻ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ആനന്ദിനെ ഒരു പൊട്ട രീതിയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നാട് മുഴുവനും ദേവിയുടെ ഭാഗത്ത് തെറ്റുന്നില്ല. അപ്പൊ പറയുന്നത്, എത്ര തങ്കപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു, ഒരു പാവം പിടിച്ചൊരു പെൺകുട്ടിയായിരുന്നു, നല്ല സ്വഭാവമൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. ബാലനൊന്നും മിണ്ടാതെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഒരാൾ അവിടേക്ക് വരുന്ന കാണുന്നുണ്ട്. അപ്പൊ പണ്ട് ഉദയഭാനുവിനെ പറ്റിയിട്ട് ബാലന് സംശയം തോന്നിയ സമയത്ത് അന്വേഷിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഈ പറയുന്ന ഉദയഭാനു ഒരു തരികിടയാണെന്നും അയാള് മൊത്തം തരികിടയാണെന്നും കള്ളനാണെന്നുള്ള കാര്യമൊക്കെ അയാൾ പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയത്ത് ബാലൻ അയാൾ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാതെ അയാൾക്ക് ചീത്ത പറഞ്ഞിട്ടൊക്കെയാണ് അവിടുന്ന് പോന്നിരുന്നത്. അങ്ങനെ അയാൾ കാണുമ്പോൾ ബാലൻ അതൊക്കെ ഓർമ്മ വരികയും ബാലൻ അയാളുടെ അരികിലേക്ക് ചെല്ലുകയും എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഇല്ല, ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പ്രാവശ്യം നിങ്ങളുടെ അരികിലേക്ക് വന്നിരുന്നു, ചില സത്യങ്ങളെ തെളിയിക്കാനൊരു ദൈവം ചിലവരുടെ മുന്നിൽ കൊണ്ടു നിർത്തില്ല, അതുപോലെ ഒരാളായിരുന്നു നിങ്ങൾ, പക്ഷെ ഞാൻ നിങ്ങളുടെ പറഞ്ഞ സത്യങ്ങൾ വിശ്വസിച്ചില്ല, അതിനെനിക്ക് അനുഭവിക്കേണ്ടി വന്നു, ഇപ്പം ഞാൻ അങ്ങനെ ഒരു സ്ഥിതിയിൽ നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ബാലൻ പറഞ്ഞ് സങ്കടപ്പെട്ട് അവിടെ നിന്നും പോരുന്നുണ്ട്. എന്തായാലും ആൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല ബാലൻ എന്താ പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ധർമ്മനാണെങ്കിൽ ഭാര്യയുടെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ അവളോട് പറയുന്നുണ്ട്, എടി ഞാൻ എന്തായാലും ദേവമംഗലത്ത് വരെ ഒന്ന് പോയിട്ട് വരാം, എന്തിനു നിങ്ങൾ അവിടേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ അവൾ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അല്ല, അവിടെ അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ, ആ ഉദയഭാനു ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ, അവരൊക്കെ വലിയ സങ്കടത്തിലായിരിക്കും, അപ്പോൾ നിങ്ങൾ അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല, കാരണം നിങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അവരിതൊന്നും നോക്കിയില്ലല്ലോ, തെറ്റുകളൊക്കെ ഇപ്പോൾ മനസ്സിലായില്ലേടി, സത്യം തെളിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് സുകന്യ. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് അച്യുതൻ വരികയാണ്. സുകന്യയോട് ചോദിക്കും, എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, അതെ ധർമ്മേട്ടൻ ഇപ്പോൾ അവിടേക്ക് പോകണം, എന്തിന് അവൻ എവിടേക്ക് പോകുന്നത്, അവനെ ഇറക്കി വിട്ടപ്പോൾ ഒരാൾ പോലും ഉണ്ടായില്ലല്ലോ ചോദിക്കാനായിട്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ജീവിക്കാനാണ്, ഞങ്ങൾ പൈസ സ്വരൂപിച്ച് ഞങ്ങളൊരു കട തുടങ്ങി തരാം നിങ്ങൾക്ക്, അതിൽ നിങ്ങൾ രക്ഷപ്പെടണം, അതിന് വേണ്ടിയിട്ടാണ് എൻ്റെയൊക്കെ നീക്കം എന്നിങ്ങനെ പറയുമ്പോൾ സുകന്യയ്ക്ക് അത് വലിയ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അപ്പം അവിടെ നിന്ന് ധർമ്മം പോവുകയാണ്. അപ്പോൾ സുകന്യയോട് പറയുന്നുണ്ട്, അവൻ അവിടേക്ക് പോവാതെ നീ സൂക്ഷിച്ചോളണം എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ ധർമ്മൻ അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിലും നമ്മുടെ ഇവനാണെങ്കിൽ ആര്യനും അതുപോലെ ആകാശം കൂടി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആനന്ദ് അവിടെ വിഷമിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ആനന്ദിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഏട്ടൻ വിഷമിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്കെന്ത് വിഷമം, എനിക്കൊന്നുമില്ല, അവൾ ആ കള്ളി ഇവിടെ നിന്ന് പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ധർമ്മൻ അവിടെ നിൽക്കണ കാണുന്നുണ്ട്. അങ്ങനെ 3 പേരും മാമ എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലുകയാണ്. മാമ, തെറ്റുകളൊക്കെ മനസ്സിലായി, സത്യങ്ങളൊക്കെ തെളിഞ്ഞില്ലേ, ഞാൻ തെളിയിച്ചു മാമ സത്യം എന്ന് ആനന്ദ് പറയുന്നുണ്ട്. നിനക്ക് സത്യം തെളിയിക്കണമായിരുന്നല്ലേ ഞാൻ കള്ളനല്ല എന്ന് മനസ്സിലാക്കാൻ, അല്ലാതെ ഒരാളെന്നെ വിശ്വസിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാമ തിരികെ വായു എന്ന് പറയുമ്പോൾ, ഇല്ല, ഞാനിനി ആ വീട്ടിലോട്ട് വരില്ല, എന്നെ ഒരാൾ പോലും അവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ ഒരാൾ പോലും എന്നെ വിശ്വസിച്ചില്ല, ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ നമ്മുടെ ഗോമതി നിൽക്കുന്നതും കാണുന്നുണ്ട്. ധർമ്മം ഗോമതിയോടും പറയുന്നുണ്ട്,
ധർമ്മ എന്ന് ഗോമതി വിളിക്കുമ്പോൾ ഏട്ടത്തി എന്ന് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് തിരികെ വന്നിരുന്ന ധർമ്മനുണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങനെ ഇല്ല എന്നും പറഞ്ഞ് ധർമ്മൻ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് സങ്കടമാവാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ വീണ്ടും ഈ പറയുന്ന ദേവിയൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ദേവിക്ക് ചുറ്റും ഇങ്ങനെ വന്നിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ മോളിങ്ങനെ വിഷമിച്ചിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉദയഭാനുവും ശ്രീകലയും പറയുകയാണ്. അപ്പം ഇല്ല, ഒരിക്കലും ഞാൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊക്കെ ഒരു സർവ്വസാധാരണയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഉദയഭാനു പറഞ്ഞിങ്ങനെ ന്യായീകരിക്കുമ്പോൾ സർവ്വസാധാരണയോ, ഞാനിവിടെ ഒരു പ്രാവശ്യം വന്ന് നിന്നതാണ് അല്ലേ, ജീവിതം കൈവിട്ടു എന്ന് കരുതിയതാണ്, അതിൽ നിന്നും എങ്ങനെയൊക്കെ തലനാരിഴയ്ക്ക് ഞാൻ അവിടെ ചെന്ന് കയറിയതാണ്, അപ്പോഴെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്യാതിരുന്നെങ്കിൽ. അയ്യോ അതിനുശേഷം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ എന്ന് ഉദയഭാനു പറയുമ്പോൾ ഇല്ലേ, പിന്നെ എങ്ങനെയാ ഞങ്ങളുടെ മാമൻ ധർമ്മമാമൻ അവിടെ നിന്നും വീടിറങ്ങിപ്പോയത് എന്തുകൊണ്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഉദയഭാനു. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം നിങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങളാണ് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഒന്നിനുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ പുറത്ത് ആരോ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ഉദയഭാനു ഒന്നും മിണ്ടാതിരിക്കും ദേവി, ആരാ വന്നിട്ടുള്ളതെന്നൊന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവരങ്ങനെ വാതിൽ തുറക്കാനും പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.